ജലപീരങ്കി ആക്രമിക്കുക എന്ന ആ ലക്ഷ്യത്തോടു കൂടി ഒരു സംഘം വന്ന സമയത്ത് അവരെ പിന്തിരിപ്പിക്കുന്നുമുണ്ടായിരുന്നു. ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകരുത് എന്ന നിർദ്ദേശത്തിന്റെ തന്നെ അടിസ്ഥാനത്തിലായിരിക്കണം പോലീസുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ഇവർ പോവാതിരുന്നതും. പക്ഷേ ശക്തമായ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇന്ന് രാവിലെ കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ നേരത്തെ റോഷി പറഞ്ഞതുപോലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP H. വെങ്കടേഷ് തന്നെ നേരിട്ടെത്തിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. സാധാരണ ഇത്തരം സമരങ്ങൾക്കൊന്നും ഇത് പതിവുള്ള ശീലമല്ല, ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണ്. പക്ഷേ ഇത് കൈവിട്ട് പോകും എന്നുള്ളതാണ് നേരത്തെ പോലീസിന് കിട്ടിയ വിവരം. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായ ആ പോലീസ് വിന്യാസം ഇവിടെ ഏർപ്പാടാക്കിയത്. പക്ഷേ ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഇല്ല. ജലപീരങ്കിക്ക് നേരെ തിരിഞ്ഞ പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിശക്തമായ പ്രതിഷേധം SFIയുടെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ ആ ഒരു യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു. SFI പ്രവർത്തകരും KSU പ്രവർത്തകരും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയപ്പോൾ അതിൽ പോലീസ് സംവിധാനം പൂർണ്ണമായി SFI പ്രവർത്തകർക്കെതിരായിരുന്നു എന്നതാണ് പ്രധാനമായും SFI ഉയർത്തുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ഇന്നലെ മർദ്ദനമേറ്റ പരിക്കുകൾ ഉള്ളവരെയായിരുന്നു ഇന്ന് പ്രകടനത്തിന്റെ മുൻനിരയിൽ നിശ്ചയിക്കുകയും ചെയ്തത്. അതിശക്തമായ പ്രതിഷേധം ഇന്ന് പല ജില്ലകളിലും ആഞ്ഞടിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്ന മാർച്ചിൽ അത് വലിയ മാർച്ചാകും, വലിയ പ്രതിഷേധത്തിലേക്ക് മാറും എന്ന സൂചന നേരത്തെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന് ഉണ്ടാവുകയും ചെയ്തു. ശ്രമിച്ചു, ബാരിക്കേഡിന് മുകളിൽ ചാടിക്കയറി ജലപീരങ്കി തുടർച്ചയായി പ്രയോഗിച്ചതിന് പിന്നാലെ പിന്നെ പ്രവർത്തകർ ജലപീരങ്കിക്ക് നേരെയായി. പക്ഷേ ഇപ്പോൾ ഒരൽപ്പം ബാരിക്കേഡിന് മുന്നിൽ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിനെ ഉൾപ്പെടെയുള്ളവർ ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ SFI നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ രാവിലെ ഇതായിരുന്നു സ്ഥിതി. ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരെല്ലാം പോലീസിനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് മുഴക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ തന്നെ ഇവിടെ പുരോഗമിക്കുന്നത്. അക്രമാസക്തമായ രീതിയിൽ ആഞ്ഞു വന്ന ഒരു വിദ്യാർത്ഥി കൂട്ടം അവരിപ്പോൾ പ്രകടനം അവസാനിച്ച് ഇവിടെ ബാരിക്കേഡിന്റെ മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. മുൻനിരയിൽ തന്നെ നേതാക്കൾ എല്ലാവരും ഉണ്ട്. റോഷിപാലിലേക്ക് കൂടി പോവുകയാണ്. റോഷിപാൽ, നേതാക്കളെല്ലാം മുൻനിരയിലുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ സംയമനം പാലിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ്. പോലീസും പ്രവർത്തകരും നേർക്കുനേർ തന്നെയാണ്. പക്ഷേ അപ്പോഴും നേരത്തെ കണ്ട ഒരു പ്രതിഷേധം വലിയ അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും എന്താണ് ഇനിയുള്ള നീക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന സെക്രട്ടേറിയറ്റിന് ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന അവരുടെ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ നേതാക്കൾ SFI പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നേരത്തെ 5 വട്ടമെങ്കിലും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ആ ജലപീരങ്കി പ്രയോഗത്തിലൊക്കെ അവർ പ്രതിരോധിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മുദ്രാവാക്യം വിളി നിർത്തി നേതാക്കളുടെ പ്രസംഗമാണ്.